1,30,000 രൂപ കൊടുത്ത് വാങ്ങിയ ഐഫോൺ 17 പ്രോ ആണിത്. ഇത് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇതുപോലെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇത് മറ്റേ ഐഫോൺ 17 പ്രോ അല്ലേ പുതിയത്? ഞാൻ പറഞ്ഞു അതെ, ഐഫോൺ 17 പ്രോ ആണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സാധാരണ ഒരു 20,000 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ചെയ്യാൻ പറ്റും. അതായത് ഫോൺ കോൾ ചെയ്യാം, 20,000 25,000 രൂപ ഫോണിൽ, ഇതിനകത്തും ഫോൺ കോൾ ചെയ്യാം. ഫോണിൽ വാട്സപ്പ് യൂസ് ചെയ്യാം, ഇതിനകത്തും വാട്സപ്പ് യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, ഇവിടെ ഇൻസ്റ്റാഗ്രാം. യൂട്യൂബ് യൂസ് ചെയ്യാം, ഇവിടെ യൂട്യൂബ് യൂസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നെ എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ വ്യത്യാസം? ഇത്രയും പൈസയൊക്കെ കൊടുത്ത് എന്തിനാണ് ഐഫോൺ 17 പ്രോ വാങ്ങുന്നത്? സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് മുമ്പ് ഞാനും ഒന്ന് ആലോചിച്ചു, ശരിയാണല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് ഈ ഒരു ഐഫോണൊക്കെ ആളുകൾ വാങ്ങുന്നത്? പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു 20,000 25,000 രൂപ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് ഇത്രയും പൈസ കൊടുത്ത് ഐഫോൺ 17 സീരീസ് വാങ്ങുന്നെങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പല പല കാര്യങ്ങളും ഐഫോൺ 17 സീരീസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് തന്നെയായാലും ഈ ഒരു ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്ത അന്ന് നമ്മൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് സെയിൽ തന്നെ വാങ്ങി, കഴിഞ്ഞ 10 ദിവസത്തിലധികമായിട്ട് ഈ ഒരു ഫോണിനകത്ത് ഞാൻ സിം കാർഡ് ഇട്ട് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തു. കുറേ ഗുണങ്ങളുമുണ്ട്, കുറേ ദോഷങ്ങളുമുണ്ട് ഈ ഒരു ഫോണിൽ. അവ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പരാതി ഇന്റർനെറ്റ് ലോകത്ത് പരക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ സംബന്ധിച്ച്. ഐഫോൺ 16 സീരീസിലേക്ക് ആപ്പിൾ ടൈറ്റാനിയം മെറ്റീരിയൽ ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 17 സീരീസിലേക്ക് വന്നപ്പോൾ വീണ്ടും ആപ്പിൾ ഇത്തരത്തിൽ അലുമിനിയം മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈറ്റാനിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലുമിനിയം കുറച്ചുകൂടി സോഫ്റ്റർ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ പലരുടെയും 70 സീരീസിലെ ഫോണുകൾ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്. എസ്പെഷ്യലി ഈ കാണുന്ന ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയയിലാണ് പ്രധാനമായിട്ടും സ്ക്രാച്ച് വീഴുന്നത്. അതുപോലെ തന്നെ ഡെമോ യൂണിറ്റുകളിൽ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വീണ പല ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ തന്നെ ഇന്റർനെറ്റ് ലോകത്ത് പരക്കുന്നുണ്ട്. അതായത് ഷോപ്പുകൾ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്ന ഡിവൈസ് ഒരുപാട് പേര് വന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ മാഗ്നറ്റിക് ഹോൾഡറിലാണ് അവർ വെക്കുന്നത്, അത് ഒരഞ്ഞുകൊണ്ട് പെയിന്റ് പോവുകയും ഡെന്റ് വരികയൊക്കെ ചെയ്യുന്ന നിരവധി ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഇന്റർനെറ്റ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ പറയുന്ന അലുമിനിയം ഉപയോഗിച്ചതുകൊണ്ട് തന്നെയും ചെറിയൊരു ദൂരത്തിൽ നിന്ന് താഴേക്ക് വീണാലും ചെറിയൊരു മണൽത്തരിയിൽ ഒരു തട്ടിയാലും പോർലുകളും ഹോളുകളും വരെ ഈ അലുമിനിയം ബോഡിയിൽ വരുന്നു എന്നുള്ളത് ഒരു വലിയ കുറവ് തന്നെയാണ്. അത്തരത്തിൽ നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ ഈ ഒരു 17 സീരീസിലെ ഫോണുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഞാൻ ഇത്തരത്തിലൊരു കേസ് ഈ ഒരു ഫോണിനകത്ത് വാങ്ങി ഇട്ട് കഴിഞ്ഞു. ഈ ഒരു കേസ് ഇടുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, കേസ് ഇടാതെ ഉപയോഗിക്കുന്നതാണ് ഐഫോണിന്റെ ആ ഒരു കംപ്ലീറ്റ് സൗന്ദര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്നാൽ കേസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും അതിന്റെ ഇൻഹാൻഡ് ഫീലിൽ നിന്ന് നമുക്ക് വിട്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 17 സീരീസിലേക്ക് വന്നപ്പോൾ ഫോണിന്റെ ഈ എഡ്ജസ് എല്ലാം കുറച്ചുകൂടി കർവി ആക്കിയതുകൊണ്ട് തന്നെ ഇൻഹാൻഡ് ഫീൽ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പക്ഷേ കേസ് ഇടുമ്പോൾ ആ ഒരു സുഖങ്ങളെല്ലാം മാറിപ്പോവുകയാണെന്ന് വേണം പറയാൻ. കുറേ വർഷങ്ങൾക്ക് ശേഷം ആപ്പിൾ തങ്ങളുടെ ഐഫോൺ സീരീസിൽ ഇത്തവണ ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്നു എന്നുള്ളതൊരു വലിയ മാറ്റമാണ്. ഇത്തരത്തിൽ ക്യാമറ മൊഡ്യൂളിൽ വ്യത്യാസം വരുത്തി, അതുപോലെ ഈ ഡിസൈനുകൾ കംപ്ലീറ്റ് വ്യത്യാസം വരുത്തി, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കളർ, കോസ്മിക് ഓറഞ്ച് എന്ന പേരിൽ ഈ ഒരു കളർ അഡീഷണലായി കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം എന്തായാലും ഇത്തവണ വരുത്തി. അതുകൊണ്ടുള്ളൊരു ഗുണം, നമ്മൾ ഐഫോൺ 17 പ്രോയൊക്കെ ഇതുപോലെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നാൽ കാണുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഐഫോൺ 17 ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അടുത്തിടെ നമ്മൾ കേട്ട മറ്റൊരു തമാശ കൂടിയുണ്ട്. ഇന്ത്യയിലെ BJP നേതാക്കളിൽ ചിലർ പറഞ്ഞിരുന്നു ഈ ഒരു കളർ ആപ്പിൾ ഇന്ത്യയിലെ BJPക്കാർക്ക് വേണ്ടി പുറത്തിറക്കിയതാണ്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചിരിയാണ് വരുന്നത്. ഐഫോൺ 17 പ്രോയുടെ നിരവധി ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന മോഡൽ ഫോണുമായിട്ട് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഒരെണ്ണം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന മുകൾ ഭാഗത്ത് ഇവിടെ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ വേരിയന്റ് അല്ലാത്ത മോഡലുകളിൽ ഇവിടെ വലിയൊരു ആന്റിന ബാർ ഭാഗം വലുതായിട്ട് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ലഭിച്ച ഈ ഒരു മോഡലിനകത്ത് അതില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വേരിയന്റിൽ ഒരുപക്ഷെ ആ ഒരു ആന്റിന വലിയ ഭാഗം ഇത്തരത്തിൽ നൽകിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ആൾറെഡി ആരെങ്കിലും ഐഫോൺ 17 പ്രോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു വ്യത്യാസം നിങ്ങൾ നോട്ടീസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് അറിയിക്കണം കമന്റായി. ഐഫോൺ 17 സീരീസിൽ ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചർ ആയിരുന്നു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ. അതായത് ഡിസ്പ്ലേയിൽ ഗ്ലെയർ കുറയ്ക്കുമെന്ന്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നുണ്ട്. അതായത് സാംസങ് S24 അൾട്രയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കാര്യമായിട്ടുള്ള ഗ്ലെയർ ഇപ്പോഴും ഉണ്ട് എന്ന് വേണം പറയാൻ. മുൻപൊക്കെയുള്ള ഐഫോണുകൾ ലോ ലൈറ്റിൽ രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കാര്യമായിട്ട് കണ്ണിന് സ്ട്രെയിൻ ഫീൽ ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഐഫോൺ 17 പ്രോയിൽ അത്തരമൊരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സെറ്റിംഗ്സിൽ PWM ഡിമ്മിംഗ് നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് അത് ഓഫ് ആയിരിക്കും, നമുക്ക് പക്ഷേ സെറ്റിംഗ്സിൽ കയറി ഇത് എനേബിൾ ചെയ്യാം. 17 പ്രോയും 17 പ്രോ മാക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് അറിയാതെ 15,000 രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് പ്രോ മാക്സ് എടുക്കുന്ന പലരുമുണ്ട്. അവരുടെ അറിവിലേക്ക് പറയാം, സത്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ 17 പ്രോയും 17 പ്രോ മാക്സും തമ്മിലുള്ളൂ. അതായത് 17 പ്രോയിൽ 6.3 ഇഞ്ച് സ്ക്രീൻ ആണെങ്കിൽ 17 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ അത് 6.9 ഇഞ്ചിന്റെ സ്ക്രീൻ ആവുന്നു. അതുപോലെ ബാറ്ററി 17 പ്രോയിലേക്കാൾ കുറച്ചുകൂടി ഹയർ ബാറ്ററി കപ്പാസിറ്റിയാണ് 17 പ്രോ മാക്സിൽ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് അതിന്റെ ഒരു യൂസേജ് കണക്ക് പറഞ്ഞാൽ ഒരു 6.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈ 17 പ്രോ നൽകുമെങ്കിൽ 17 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ ഒരു 1/2 മണിക്കൂർ കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം ലഭിക്കും. ഏകദേശം വലിയ ഈ രണ്ട് വ്യത്യാസങ്ങൾ മാത്രമേ ഈ രണ്ട് ഫോണുകൾ തമ്മിലുള്ളൂ. പക്ഷേ ഫോണുകളുടെ വിലകൾ തമ്മിൽ 15,000 രൂപയുടെ വ്യത്യാസമുണ്ട് എന്നുള്ളതും ഓർക്കണം. ഞാൻ ഈ ഒരു ഐഫോൺ 17 പ്രോ യൂസ് ചെയ്തപ്പോൾ
എനിക്ക് ഏറ്റവും ചേഞ്ച് തോന്നിയ വിഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫി ക്യാമറ തന്നെയാണ്. മുൻപൊക്കെയുള്ള ഐഫോണുകളിൽ മികച്ച ക്വാളിറ്റി സെൽഫി എടുക്കുന്നതിന് പലരും സെൽഫി ക്യാമറയെ ആശ്രയിക്കാതെ ഇതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റാതെ ഒരു ഓടക്കണക്കിന് പോലും സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുത്ത പലരുമുണ്ട്. എന്നാൽ ആ ഒരു പ്രശ്നം ആപ്പിൾ മനസ്സിലാക്കി അത് ഇത്തവണ 17 പ്രോയിൽ പ്രോ മാക്സിൽ പരിഹരിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇത്തവണത്തെ സെൽഫി ക്യാമറ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് ഏതാണ്ട് തുല്യമാണെന്ന് വേണം പറയാൻ. മുൻ സീരീസുകളിലൊക്കെ 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ 18 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സെൽഫി സെൻസർ വന്നിട്ട് ഒരു സ്ക്വയർ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഫോൺ ഇത്തരത്തിൽ പോർട്രേറ്റ് മോഡിൽ പിടിച്ചാൽ പോലും നമുക്ക് ലാൻഡ്സ്കേപ്പ് വീഡിയോകളും എടുക്കാം, പോർട്രേറ്റ് വീഡിയോകളും എടുക്കാം. അതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിച്ചാൽ തന്നെ നമുക്ക് പോർട്രേറ്റ് വീഡിയോകളും ഈ ഒരു മോഡലിൽ തന്നെ എടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫോണിൻ്റെ ഓറിയന്റേഷൻ മാറ്റാതെ തന്നെ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് മോഡുകളിൽ നമുക്ക് സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാം ഈ ഒരു ഫോണിനകത്ത് എന്നുള്ളതൊരു വലിയ മാറ്റമാണ്. പക്ഷേ ഞാൻ അത്തരമൊരു ഫീച്ചർ ഫോണിൻ്റെ ബാക്ക് ക്യാമറയിലും കൊടുത്തിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം സെൽഫി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഇനി മുതൽ ആളുകളുടെ മുന്നിലൊക്കെ വെച്ച് ഫോൺ ഈ ഒരു രീതിയിൽ എല്ലാവരും കാണുന്ന രീതിയിൽ പിടിക്കാതെ കുറച്ചുകൂടി പോർട്രേറ്റ് ആയിട്ട് ഒതുക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ തന്നെ വീഡിയോ സെൽഫി ഷൂട്ട് ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ പ്രാവശ്യം 16 സീരീസിൽ അവതരിപ്പിച്ച ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ അന്ന് 16 പ്രോയൊക്കെ യൂസ് ചെയ്തെങ്കിലും ഈ ഒരു ബട്ടൺ ഞാൻ തൊട്ടിട്ടില്ല. ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബട്ടൺ ആയിരുന്നു ക്യാമറ കൺട്രോൾ ബട്ടൺ. എന്തായാലും വലിയ യൂസ് അധികം ആർക്കും ഇല്ലാത്ത ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഇത്തവണ 17 പ്രോ മാക്സ് ഫോണുകളിലും ആപ്പിൾ നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറയിൽ വന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ട മറ്റൊന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷനാണ്. നമ്മൾ സെൽഫി വീഡിയോ എടുത്തുകൊണ്ട് ഇതുപോലെ ഓടിക്കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്താൽ പോലും മികച്ച സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ ബാക്ക് ക്യാമറ പോലെ തന്നെ സെൽഫി വീഡിയോയ്ക്ക് നൽകുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇതിനകത്ത് ഞാൻ മാത്രമേ ഷേക്ക് എനിക്ക് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ആ സമയം ബാക്കിൽ കാണുന്ന ആ മരങ്ങളൊക്കെ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ കാണുമ്പോൾ ഇങ്ങനെയല്ല, ക്യാമറയിലൂടെ ഞാൻ കാണുന്നത് ഇങ്ങനെയല്ല. പക്ഷേ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല സ്റ്റെബിലൈസ്ഡ് ആക്കിയിട്ടാണ് ആ ഒരു വീഡിയോ ഫുട്ടേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ക്യാമറയിൽ വന്ന മറ്റൊരു പുതിയ മാറ്റമാണ് ഡ്യുവൽ ക്യാപ്ചർ. അതായത് ബാക്ക് ക്യാമറയും സെൽഫി ക്യാമറയും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഡ്യുവൽ ക്യാപ്ചർ സംവിധാനത്തിൽ വഴി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് നമ്മയും ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് ആ പ്രോഡക്റ്റിനെയും ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഡ്യുവൽ ക്യാപ്ചർ സംവിധാനം സഹായിക്കും. അതിന് ചില കുറവുകളുണ്ട്. അതായത് ഡ്യുവൽ ക്യാപ്ചർ സമയത്ത് ആ സെൽഫി വീഡിയോയുടെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ. പക്ഷേ ആ മാറ്റുന്ന പൊസിഷൻ ചേഞ്ച് റെക്കോർഡ് ചെയ്യപ്പെടുന്ന വീഡിയോയിലും അതുപോലെ കാണുന്നുണ്ട്. സാംസങ് ഈ ഒരു ഡ്യുവൽ ക്യാപ്ചർ ഫീച്ചർ വളരെ നേരത്തെ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. പക്ഷേ അതിനകത്തുള്ളൊരു ഗുണമുണ്ട് സാംസങ് ഫോണുകളിൽ. നമ്മൾ അത്തരത്തിൽ ഡ്യുവൽ ക്യാപ്ചർ വഴി സാംസങ് ഫോണിൽ ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്താൽ ആ ഒരു സെൽഫി വീഡിയോയും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയും സെപ്പറേറ്റ് ഫയലുകളായി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും സാംസങ് ഫോണിൽ. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഐഫോണിൽ ഡ്യുവൽ ക്യാപ്ചർ വന്നെങ്കിലും ആ രണ്ട് ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളും ഒരുമിച്ച് ഒറ്റ ഫയലായിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെയും ഉണ്ട് ചില അഡ്വാൻറ്റേജ്. അതായത് ഇവിടെ ഡ്യുവൽ ക്യാപ്ചർ വഴി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ സെൻസറുകൾ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇത്തരത്തിൽ വൈഡ് ആംഗിൾ നിന്ന് 1x-ലേക്കും 4x-ലേക്കും 8x-ലും ഒക്കെ സ്വിച്ച് ചെയ്യാൻ ഈ ഒരു ഐഫോണിൽ ഡ്യുവൽ ക്യാപ്ചറിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൺട്രോത്തുരുത്ത് ഐലൻഡിലാണ്. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഈ ഒരു ഭാഗം. ഇപ്പോൾ സമയം നോക്കി വൈകിട്ടൊരു 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ സൺസെറ്റ് ഒക്കെ സംഭവിക്കുകയാണ്. അതൊക്കെ എനിക്കിതുപോലെ ഡ്യുവൽ ക്യാപ്ചർ ആയതുകൊണ്ട് തന്നെയും എന്നെയും കാണാം, സൺസെറ്റ് നിങ്ങൾക്ക് കാണാം. ആ രീതിയിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങി യാതൊരു മാറ്റങ്ങളും വരുത്താതെ ഇതിൻ്റെ ക്യാമറ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോയിന്റ് ആൻഡ് ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഈ ഒരു ഐഫോണിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും വൃത്തിയാകണമെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ ക്യാമറയുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. മിക്കവാറും നമ്മൾ ഈ ഫോൺ വാങ്ങുമ്പോൾ ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് സ്റ്റോറേജ് ഒരുപാട് ഫയലുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾ ഇതിനകത്ത് സ്റ്റോറേജ് ഫില്ലാകാതിരിക്കുന്നതിന് വേണ്ടി ലോ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന തരത്തിലാണ് പല സെറ്റിംഗ്സുകളും നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ സെറ്റിംഗ്സിൽ ചെന്ന് ഈ പറയുന്ന ക്യാമറ സെറ്റിംഗ്സുകൾ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഹൈ ക്വാളിറ്റി വീഡിയോകളും അതുപോലെ റോ ഫോട്ടോകളും ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. പലരും ഇതിൻ്റെ ക്യാമറയിലെ സെറ്റിംഗ്സുകൾ അധികം അറിയാതെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത്തരക്കാർക്ക് ഒരുപക്ഷെ ഐഫോൺ 17 പ്രോയുടെ ക്യാമറയൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമ്മൾ ആ സെറ്റിംഗ്സിൽ കയറി ട്യൂക്ക് ചെയ്തിട്ട് വേണം മികച്ച ഫോട്ടോകളും മികച്ച വീഡിയോകളും എടുക്കാൻ. അങ്ങനെ സെറ്റിംഗ്സിൽ നമ്മൾ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 20,000 25,000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോണും സമ്മാനിക്കുന്നത്. ഇതിനകത്ത് പല ഫീച്ചറുകളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഇത്തവണ 17 പ്രോ റിലീസ് ചെയ്തപ്പോൾ ആപ്പിൾ കൊണ്ടുവന്ന 1-2 മാറ്റങ്ങളുണ്ട്. ProRes RAW ഫോമാറ്റിൽ നമുക്ക് ഇതിനകത്ത് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്പിൾ ലോഗ് 2-ൽ നമുക്ക് ഇതിനകത്ത് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ലോഗ് ഫോർമാറ്റിലൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്യാമെങ്കിലും ഇത്തവണ ഈ ProRes RAW ഒക്കെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി വീഡിയോ, പ്രത്യേകിച്ച് കളറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ലോഗ് ഫോർമാറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്താൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത്, അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായ
അതിൻ്റെതായ രീതിയിൽ അത് കളർ ചെയ്ത് ഒരു DSLR-ൽ നിന്ന് കിട്ടുന്നതിനേക്കാളൊക്കെ മികച്ച വീഡിയോകൾ ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ അത്തരം ഫോർമാറ്റുകളൊക്കെ ഈ ഒരു ഫോണിൽ സഹായിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഐഫോൺ എടുക്കാനുള്ള ത്രില്ലിൽ പലരും ചാടിക്കയറി എടുക്കുന്നവരൊന്നും അത്തരം ഫീച്ചറുകളൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഈ പറയുന്ന ഞാൻ പോലും അത്തരം ഫീച്ചറുകളൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ക്യാമറ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത് ജസ്റ്റ് അപ്പോൾ ക്ലിക്ക് ചെയ്യണം. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത ആ എക്സ്പോഷർ സെറ്റിംഗ്സ് ഒന്ന് കുറച്ചാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് വ്യത്യസ്തമാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അത് ഉപയോഗിച്ചറിയാവുന്നവർക്ക് മാത്രമേ ഈ ഫോൺ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത് ലാഭകരമാകൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ബാറ്ററിയിലും ഇത്തവണ ഐഫോൺ 17 പ്രോയിലേക്ക് വന്നപ്പോൾ ആപ്പിൾ കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബാറ്ററി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് സാധാരണ ആപ്പിൾ തങ്ങളുടെ ഐഫോണിലെ ബാറ്ററി കപ്പാസിറ്റി പറയാറില്ല. പക്ഷേ 3988 mAh ആണ് ഐഫോൺ 17 പ്രോയിലെ ബാറ്ററി കപ്പാസിറ്റി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 20% ബാറ്ററി കപ്പാസിറ്റി ഇത്തവണ 17 പ്രോയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ യൂസ് കേസിൽ രാവിലെ ഞാൻ ഫോൺ ചാർജിലെടുത്ത് എൻ്റെ സാധാരണ ഒരു ദിവസം യൂസ് കഴിഞ്ഞ് രാത്രി ഒരു 11 മണി 12 മണിക്ക് കിടക്കുമ്പോൾ 30% മുതൽ 20% വരെ ബാക്കി ബാറ്ററി ചാർജ് ഈ ഒരു ഫോണിനകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, നമ്മൾ യാത്രയൊക്കെ പോയാൽ തിരിച്ച് വീട്ടിൽ വരുന്നവരെന്തായാലും ഇതിനകത്ത് ബാറ്ററി ലൈഫിൽ നിൽക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. അതായത് വൈഫൈയിൽ വേറെ ദൂരെ എങ്ങും പോകാതെ നമ്മുടെ വീട്ടിലോ ഓഫീസിലോ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ ബാറ്ററി സേവ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ കാറിൽ കണക്ട് ചെയ്യുന്നു, അതുപോലെ മൊബൈൽ ഡേറ്റയിലാണ് നമ്മൾ കൂടുതൽ യൂസ് വരുന്നതെങ്കിൽ അപ്പോൾ ബാറ്ററി കാര്യമായിട്ട് കുറയുന്നുണ്ട്. എൻ്റെ നോർമൽ യൂസിൽ എനിക്കൊരു 5.5-6 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ എനിക്ക് ഈ ഫോണിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി സൂപ്പർബാണ് ഇത്തവണ ഐഫോൺ 17 പ്രോയുടെ സൗണ്ട് ക്വാളിറ്റി എന്ന് വേണം പറയാൻ. അതായത് കഴിഞ്ഞ വർഷത്തെ 16 പ്രോയെക്കാളും ഒക്കെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു സ്പീക്കറിലൊക്കെ കേൾക്കുന്ന ഒരു ക്വാളിറ്റി, ഒരു സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അടിപൊളിയാണ്. ഒരു പ്രീമിയം റിച്ച് ഫീൽ നമുക്ക് സൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി നല്ല ബ്രൈറ്റർ ലൈറ്റിലൊക്കെ ആണെങ്കിൽ, നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയത്ത് എടുക്കുന്ന വീഡിയോകൾ, സ്കൈ ഒക്കെ ഒന്ന് കാണുന്ന ആ സമയത്ത് നല്ല HDR എഫക്റ്റിൽ അടിപൊളി വീഡിയോയും അടിപൊളി ഫോട്ടോയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ചില ലൈറ്റ് ഭയങ്കരമായിട്ടൊക്കെ കുറവാണെങ്കിൽ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അല്ല ഈ ഒരു ഫോൺ തരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വർഷങ്ങളായിട്ട് ഐഫോണിലുള്ള നമ്മൾ ക്യാമറ വീഡിയോയും ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അടിക്കുമ്പോൾ കാണുന്ന ഗ്ലെയർ അത് ഇത്തവണയും ഒഴിവാക്കിയിട്ടില്ല. ഇത്തവണയും ഈ ഒരു 17 സീരീസിലും അത്തരം ഒരു ഗ്ലെയർ കാര്യമായിട്ട് ലൈറ്റിൽ ഇതുപോലെ പിടിക്കുമ്പോൾ ഈ കാണുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഐഫോൺ 17 പ്രോയിൽ ആദ്യമായിട്ട് ആപ്പിൾ വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ക്യാമറ തന്നെ കുറച്ച് നേരം കൂടുതൽ നേരം ഓപ്പൺ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ നല്ല രീതിയിൽ വാം ആകുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കി ഒരു 37 ഡിഗ്രി ആ ഒരു റേഞ്ചിലൊക്കെയാണ് ആവുന്നത്. ഒരു എബോ 40 ഒന്നും പോയിട്ടില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്തരത്തിൽ വാം ആകുന്നെങ്കിലും നമ്മൾ ആ ഒരു ക്യാമറ യൂസേജ് നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ തണുക്കുന്നുണ്ട്. അതിനൊരു പക്ഷേ ഈ പറയുന്ന അലുമിനിയം ഫ്രെയിം കാര്യമായി സഹായിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ ഒരു ഫോൺ ഇനിഷ്യലി സെറ്റപ്പ് ചെയ്തപ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ സെറ്റപ്പിന് ഒരുപാട് ടൈം എടുത്തു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ സെറ്റപ്പ് ചെയ്ത് കയറിയതിന് ശേഷം ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് സ്പീഡ് കാര്യമായിട്ട് ഉണ്ടെങ്കിൽ പോലും പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യുന്നതിന് ഒരുപാട് ടൈം എടുത്തു. അതുപോലെ തന്നെ എനിക്കുണ്ടായ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, കാർപ്ലേയിൽ കണക്ട് ചെയ്യുമ്പോൾ സാധാരണ കാറിന്റെ സ്പീക്കറിൽ കേൾക്കുന്ന പാട്ട് ഒരു പ്രാവശ്യം ഫോണിന്റെ സ്പീക്കറിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരുന്നു. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികൾ പ്ലേ ചെയ്യുമ്പോൾ, വീഡിയോ സ്റ്റോറികൾ കാണുമ്പോൾ നമ്മൾ കണ്ട് ഒരു സ്റ്റോറി വീഡിയോ മാറി അടുത്ത സ്റ്റോറി വീഡിയോ കാണുമ്പോഴും പഴയ കണ്ട സ്റ്റോറി വീഡിയോയുടെ സൗണ്ട് നമ്മൾ അടുത്ത സ്റ്റോറി വീഡിയോയിൽ കേൾക്കുക, അങ്ങനെയുള്ള ഗ്ലിച്ച്, അതിന് ഇൻസ്റ്റഗ്രാമിൻ്റെതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ ഒരു ഫോണിനകത്തും കാണുന്നുണ്ട്. ചില ഗ്ലിച്ചുകൾ ഈ ഫോണിനകത്തും വരുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം ആൾറെഡി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ളൊരു പ്രശ്നവും ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതായത് ഈ ഒരു അലുമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രാച്ചും ഡെൻറ്റും, അതുപോലെ ഇതിൻ്റെ പെയിൻറ്റിങ് അയോഡൈസ് ചെയ്താണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ആ പെയിൻറ്റ് കാര്യമായിട്ട് ഇളകി പോകുന്നു. എന്നാൽ ചോദിക്കുന്ന നേരത്തെയുള്ള ഐഫോൺ, അതായത് 16 പ്രോയ്ക്കൊക്കെ മുമ്പും അലുമിനിയം ബോഡിയുമായിട്ട് വന്ന ഐഫോണുകളുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത്തവണ ഈ പറഞ്ഞ സ്ക്രാച്ച് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ 10 ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചു. ഓക്കെ, ഞാൻ സാധാരണ ഈ ഫോണെന്നല്ല ഏത് ഫോണായാലും കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് ഞാൻ ഫോണുകൾ സൂക്ഷിക്കുന്നത്. എനിക്ക് ആ ഫോണുകളോട് അത്രയും ഇഷ്ടവുമാണ്. അതുകൊണ്ടായിരിക്കണം ഇന്ന് വരെ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോൺ താഴെ വീഴുകയോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ കേസും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഇട്ടാണ് ഞാൻ പലപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഫോണിൻ്റെ ബാക്കിൽ സ്ക്രാച്ചും പോറലുകളും ഒക്കെ വരുന്നെങ്കിലും പല വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടു, പലരും ഡിസ്പ്ലേ ഇങ്ങനെ മേശപ്പുറത്ത് റഫായിട്ടൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടും ഡിസ്പ്ലേ
ക്യാമറയിൽ ഒരു ചെറിയ തരി പോറൽ പോലും വരുന്നില്ല. അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാർഡർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു 17 പ്രോയിൽ നൽകിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഐഫോണാണ് ഐഫോൺ 17 പ്രോ സീരീസ് എന്ന് വേണം പറയാൻ. കാരണം ഇത്തവണത്തെ ഐഫോൺ 17 പ്രോ മോഡലിൽ ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്, ബാറ്ററിയിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, ക്യാമറയിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, അതുപോലെ സെൽഫി ക്യാമറ കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെർഫോമൻസ് നമ്മൾ പറയാതെ പോയൊരു വിഭാഗമാണ് A19 പ്രോ ചിപ്സെറ്റുമായിട്ട് പെർഫോമൻസ് കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, സ്പീക്കർ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ കുറവുണ്ടെങ്കിലും നേരത്തെയൊക്കെ ഉള്ള ഓരോ പുതിയ സീരീസ് വരുമ്പോൾ വരുന്ന മാറ്റങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഐഫോൺ 17 പ്രോയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐഫോൺ 17 പ്രോ മാക്സ് ഫോണുകളെ ഒരു ഇതുവരെ വന്നിട്ടുള്ള ഐഫോണുകളിൽ വെച്ച് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഐഫോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോൺ ഒരു ദിവസം ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആ വീഡിയോകളൊക്കെ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരാം.